സംസ്ഥാനത്തെ ഇലക്ട്രിക് ബസ് സർവീസിൽ നിന്ന് കഴിഞ്ഞ 9 മാസത്തിനിടെ 2.89 കോടി രൂപ ലാഭം കിട്ടിയെന്ന KSRTC റിപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് സമർപ്പിച്ചു. റിപ്പോർട്ട് പഠിച്ച ശേഷമാകും തുടർ നടപടിയെടുക്കുക. സൂര്യഗായത്രി, സംസ്ഥാനത്തെ ഇലക്ട്രിക് ബസ് സർവീസിൽ നിന്നാണ് 9 മാസത്തിനിടെ 2.89 കോടി രൂപ ലഭിച്ചത്. ഈ റിപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ട് പഠിച്ചതിനു ശേഷമാണ് തുടർ നടപടിയിലേക്കെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, കഴിഞ്ഞ ദിവസങ്ങളിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉന്നയിച്ച ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണ്, ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള ഉദ്ദേശമില്ല എന്ന കാര്യം വളരെ വലിയ വിവാദത്തിലായതാണ്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് KSRTC ഒരു വാർഷിക റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ വാർഷിക റിപ്പോർട്ട് ഇപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് KSRTC സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തിനിടെ 2.89 കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നതായിരുന്നു കണക്കിൽ പറഞ്ഞിരുന്നത്. റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. വാർഷിക കണക്ക് ചോർന്നതിൽ ഗതാഗത മന്ത്രി വിശദീകരണവും തേടിയിട്ടുണ്ട്. വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നതായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പക്ഷം. ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവെച്ചതോടെയായിരുന്നു KB ഗണേഷ് കുമാറിന്റെ വാക്കുകൾ വളരെ വിവാദത്തിലായത്. ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ KSRTC CMDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അതേസമയം തനിക്ക് കിട്ടും മുമ്പേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ വാർത്തയാക്കിയതും അത് വലിയ ചർച്ചയായതുമാണ് ഇപ്പോൾ മന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും CPM ഈ ഒരു കാര്യത്തിൽ മന്ത്രിയുടെ പരാമർശത്തിൽ ഇടപെട്ടതോടെ ബസ്സിൽ കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകാനാണ്, ബസിന്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനാണ് ഗണേഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നത്. സിറ്റി സർക്കുലറിന്റെ 10 രൂപ ടിക്കറ്റ് എന്നത് അടിസ്ഥാന ചാർജാക്കി ഫെയർ സ്റ്റേജ് കൊണ്ടുവരുന്നതും മന്ത്രിയുടെ ആലോചനയിലുണ്ടെന്നൊരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ബസ്സിന് വേണ്ട എന്ന് മന്ത്രി നിലപാടെടുത്തതോടെ 45 ഇലക്ട്രിക് ബസ്സുകളുടെ ടെൻഡർ വിളിക്കുന്നത് KSRTC കഴിഞ്ഞ ദിവസങ്ങളിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിലെല്ലാം ജോയിന്റ് MD സമർപ്പിച്ച റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷമായിരിക്കും ഇനി മന്ത്രി ഈ കാര്യത്തിൽ പ്രതികരിക്കുക. ആതിര, സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.